കഴിഞ്ഞ ദിവസം നിങ്ങളോട് നൈറ്റ് പ്രയറിനായിരിക്കാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. കർത്താവിൻ്റെ ദാസന് 2019 ഞാൻ വന്നപ്പോഴും ഇവിടെ എനിക്ക് വരാനായിട്ട് ഉള്ള അവസരം കർത്താവിൻ്റെ ദാസൻ എനിക്ക് തന്നു. കർത്താവിൻ്റെ ദാസന് ഹൃദയംഗമായി നന്ദി, ഈ ചർച്ചിനോടുള്ള നന്ദി പറയുകയാണ്. ഞങ്ങൾ കുടുംബമായിട്ട് ഡൽഹിയിൽ 20 വർഷത്തിന് മേലായി അവിടെ പാർത്ത് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഞങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർത്താലും. ഇന്ന് രാവിലെ നിങ്ങളോട് പറയാൻ കർത്താവിൻ്റെ ഹൃദയത്തിനകത്ത് പ്രേരണ തന്ന ഒരു വചനമാണ് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. ആമേൻ. ഈ വചനത്തിൽ നമ്മൾ വായിക്കുന്ന കർത്താവ് എന്നോട് എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും ധ്യാനത്തിലും ഒക്കെ വെളിപ്പെടുത്തി തന്ന ചില ട്രൂത്ത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. കർത്താവ് എന്നെ ആത്മാവിൽ പ്രേരിപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ വചനം ഞാൻ സംസാരിക്കുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നു എന്നെ തൊടാൻ എൻ്റെ യേശു ഇവിടെ വന്നിട്ടുണ്ട്? നിങ്ങളുടെ സിറ്റുവേഷൻ എന്തുവാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഹോളി സ്പിരിറ്റിന് ഏത് സിറ്റുവേഷനെയും ട്യൂൺ ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് തിരിച്ചുവിടാൻ അധികാരവും ശക്തിയുമുണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ നമ്മൾ വായിക്കുന്നത് 3-ാം നാൾ ഗലീലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. ഈ 3-ാം നാളെന്ന് എഴുതിയേക്കുന്നതെന്ന് അർത്ഥം മനസ്സിലാക്കിയപ്പോൾ യഹൂദന്മാരുടെ ഈ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ പല പ്രാവചനിക ഭാഗങ്ങളിൽ 3-ാം നാളിനെ കുറിച്ച് എഴുതി വച്ചേക്കുന്നത് 3-ാം നാൾ അവൻ നിങ്ങളെ സൗഖ്യമാക്കും. ഹോശയ്യായിലെ പ്രവചനങ്ങളിൽ 6-ാം അധ്യായത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് 3-ാം നാൾ അവൻ നിങ്ങളെ ഉയർപ്പിക്കും എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ 3-ാം നാളിൽ എന്തോ നടക്കും എന്നുള്ളൊരു ഫെയ്ത്ത് അവരുടെ ഉള്ളിൽ അറിയാതെ കയറിയിട്ടുണ്ട്. അന്നേരം ഈ 3-ാം നാളിൽ അതുകൊണ്ടാണ് ഇവർ കല്യാണം കൊണ്ടുവച്ചത് കേട്ടോ. ഇതൊരു പ്രോഫറ്റിക്കൽ ആക്റ്റാണ് കേട്ടോ. പ്രോഫറ്റിക്കലായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പഠിക്കണം. നമ്മൾ രക്ഷിക്കപ്പെട്ടത് ഒരു പ്രോഫറ്റിക്കൽ ആക്റ്റാണ്. യേശുവേ, അദൃശ്യനായ നിന്നെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ നിന്നെ യേശപ്പാ നീ ഉയർത്തവനാണെന്നും നീ ക്രൂശിൽ മരിച്ചവനാണെന്നും 3-ാം നാൾ ദൈവം നിന്നെ ഉയർപ്പിച്ചെന്നും എൻ്റെ കർത്താവാ എൻ്റെ ഉള്ളിൽ നീ ഇതിനകത്ത് കയറണമെന്നും ഞാൻ ആഗ്രഹിച്ചു, നിന്നെ വിശ്വസിച്ച് ഏറ്റുപറയുന്നു എന്ന് പറയുന്നത് ഒരു പ്രോഫറ്റിക്കൽ ആക്റ്റാണ്. നമ്മൾ കണ്ടതുകൊണ്ടല്ല. നമ്മൾ ബാപ്റ്റിസം എടുക്കുന്നത് ഒരു പ്രോഫറ്റിക്കൽ ആക്റ്റാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ എൻ്റെ പാപങ്ങൾ മുഴുവൻ മരിച്ചടക്കപ്പെട്ടു. ഞാനും നിൻ്റെ കൂടെ അടക്കപ്പെട്ടായിരുന്നു, നിൻ്റെ കൂടെ മരിച്ചായിരുന്നു, നിൻ്റെ കൂടെ ഉയർത്തെഴുന്നേറ്റായിരുന്നു. അത് ഞാൻ ഇപ്പോഴാണ് എനിക്ക് വിശ്വസിക്കാനുള്ള ഒരു കൺവിക്ഷൻ കിട്ടിയ ഞാനിതങ്ങ് ഏറ്റുപറയുകയാണ്. ഇതൊരു പ്രോഫറ്റിക്കൽ ആക്റ്റാണ്.
ലോർഡ് സപ്പർ എടുക്കുന്ന ഒരു പ്രോഫറ്റിക്കൽ ആക്റ്റാണ്. നിന്റെ ശരീരവും നിന്റെ രക്തവുമാണ് ഞാൻ ഭക്ഷിക്കുന്നത്. ഞാൻ ബ്രെഡാണ് എടുക്കുന്നെങ്കിലും 2000 വർഷങ്ങൾക്ക് മുമ്പ് നീ എനിക്ക് വേണ്ടി ഒഴുക്കി തന്നത് നിന്റെ ശരീരം. അത് ഞാൻ ഭക്ഷിക്കുമ്പോൾ എനിക്ക് ജീവനുണ്ടാകും. ഇതൊരു പ്രോഫറ്റിക്കൽ ആക്റ്റാണ്. നമ്മളെങ്ങനെ ആത്മാവിൽ ചില കാര്യങ്ങൾ എടുക്കുമ്പോൾ മോശ ഇങ്ങനെ കൈ ഉയർത്തി നിൽക്കുക യുദ്ധം ജയിക്കാൻ വേണ്ടി. അതെന്നാ പരിപാടിയാണ്? കോമൺ സെൻസിന് പറ്റുന്ന കാര്യമാണോ? കൈ ഉയർത്തിയ ഇസ്രായേൽ ജയിക്കും, അല്ലെങ്കിൽ അമാലേക്കർ ജയിക്കും. പക്ഷെ താങ്ങാൻ ഹൂരും അഹരോനും ഒക്കെ ഇങ്ങനെ നിൽക്കുക ഒരു പ്രോഫറ്റിക്കൽ ആക്റ്റാ. വിശുദ്ധന്മാരായിട്ടുള്ള പുരുഷന്മാർ നിങ്ങളുടെ കൈകളെ ഉയർത്തി പ്രാർത്ഥിപ്പിൻ. പുതിയ നിയമത്തിൽ എഴുതി വച്ചേക്ക ഒരു പ്രോഫറ്റിക്കൽ ആക്റ്റാ. എന്തോ സംഭവിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ നീ ചെയ്യുന്ന സ്റ്റെപ്പുകളുണ്ടല്ലോ, ജീവൻ ഉണ്ടാക്കും, നിന്നെ ഉയർപ്പിക്കും, നിന്നെ നടത്തും. നീ പ്രാർത്ഥിക്കാൻ ദൈവദാസന്റെ കീഴിൽ തലകുനിച്ച് മുമ്പോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, നിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. അതും ഒരു പ്രോഫറ്റിക്കൽ ആക്റ്റാ. നീ സ്തോത്രകാഴ്ച ഇടാൻ നിന്റെ സ്തോത്രകാഴ്ച എടുത്ത് കരത്തി വെച്ച് പ്രാർത്ഥിക്കാൻ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ടാകാനുള്ള ഒരു പ്രോഫറ്റിക്കൽ ആക്റ്റാണത്. എത്ര പേര് വിശ്വസിക്കുന്നു എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ പലതും പൊട്ടനെ പോലെ വിശ്വസിച്ച് ചിലത് ചെയ്യുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ഗ്ലോറി എൻ്റെ മേൽ ഇറങ്ങി വന്ന് ആക്ട് ചെയ്യുന്നത് ഞാൻ അനുഭവിച്ചത് കൊണ്ടാണ് ഈ പറയുന്നത്. ഇപ്പം വലിയ മുടിയൊന്നുമില്ല, പക്ഷേ എൻ്റെ ചെറുപ്പത്തിൽ ഒത്തിരി മുടിയുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ മുടിയിൽ ആരും കിടന്ന് കളിക്കുന്നത് തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ എന്നെ ഏതെങ്കിലും ദൈവദാസന്മാർ വരുമ്പോൾ ഇങ്ങോട്ട് തള്ളിപ്പിടിച്ച് നിർത്തും. പുള്ളി ഇതിനകത്ത് പിടിച്ച് സകല അഭ്യാസവും കാണിച്ച് എൻ്റെ പെടലി ഒടിക്കത്തില്ലെന്നേ ഉള്ളൂ, അതേപോലെ എന്നെ ഷെയ്ക്ക് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതൊരു പ്രോഫറ്റിക്കൽ ആക്റ്റാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നതെന്നേ. നിങ്ങളുടെ പിള്ളേരെ ദൈവദാസന്മാരുടെ കൈക്കീഴി പ്രാർത്ഥിക്കാനൊന്ന് കൊണ്ടു കൊടുത്തു നോക്കിക്കേ. നാളുകളിൽ അസാധാരണമായ അത്ഭുതങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് അവരിലൂടെ ഒഴുക്കി കൊടുക്കുന്ന ഒരു പ്രോഫറ്റിക്കൽ ആക്റ്റാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ഓർത്തോ. റബ്ബശബ്ദാനിയ ഈ വീട്ടുകാർ ഈ കല്യാണം കൊണ്ടുവച്ചപ്പോൾ ഓർത്തില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന്. പക്ഷേ അവരത് പ്രോഫറ്റിക്കലായിട്ട് അങ്ങ് റിസീവ് ചെയ്തു. ദൈവത്തിൻ്റെ ഗ്ലോറി ആ വീട്ടിൽ ഇറങ്ങിയെന്നേ. എന്നിട്ട് ഗലീലയിലെ കാനാവിലായി കല്യാണം ഉണ്ടായി. കാനാവിൻ്റെ റൂട്ട് വേർഡിനെ ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് മെഷറിങ് റോഡെന്നാണ് ഇതിൻ്റെ അർത്ഥം. എല്ലാം ഈ കാനാവിലുള്ള പുള്ളികളെല്ലാം അളന്നേ കാര്യം ചെയ്യൂ. എല്ലാവർക്കും ഒരു കാൽക്കുലേഷൻ ഉണ്ട്. നമ്മളെല്ലാം കാൽക്കുലേഷനിൽ പുറകെയാണോ? നിങ്ങളുടെ ഭാവം കണ്ടിട്ട് ഇത് അറിഞ്ഞ ഭാവം പോലും ഇല്ലെന്ന്. മനക്കണക്ക് കൂട്ടുന്നതിൽ മിടുക്കരാ മലയാളികൾ കേട്ടോ. അല്ലാത്തവർക്കെല്ലാം കാൽക്കുലേറ്റർ വേണം. എന്നിട്ട് നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്ത പല കാര്യങ്ങളും ഇങ്ങനെ ഒരറ്റത്തുനിന്ന് പിടിച്ച് മറ്റേ അറ്റത്ത് കൂട്ടിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കാൽക്കുലേഷൻ പൊളിയും. കാൽക്കുലേഷൻ പൊളിഞ്ഞ പുള്ളികൾ ഇതിനകത്ത് ഇരിപ്പുണ്ട് കേട്ടോ. പക്ഷേ കാൽക്കുലേഷൻ പൊളിഞ്ഞാലും കാൽക്കുലേറ്റർ തെറ്റിയാലും എൻ്റെ യേശുവിന് തെറ്റത്തില്ലെന്നേ. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? നിന്റെ ജീവിതത്തിൻ്റെ പരിതസ്ഥിതികളിൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ടായാൽ, മാറ്റങ്ങൾ ഉണ്ടായാൽ നീ ഭയപ്പെടേണ്ട. നിന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. 5 അപ്പവും 2 മീനും ദൈവത്തിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന അന്ത്രയോസ് അവൻ ഈ കുഞ്ഞിനെ വിളിച്ചോണ്ട് വരുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് പറയുകയാണ് 200 പണം കൊണ്ട് പോലും തികയ്ക്കാൻ പറ്റത്തില്ലെന്ന് ഈ പറയുന്നത്. ഇതിനകത്ത് നിന്ന പുള്ളികൾ ഈ 5 അപ്പവും 2 മീനും നന്നായി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എത്ര പേരുണ്ട്? ഞങ്ങൾ 13 പേരുണ്ട് യേശുവിടെ കൂട്ടിയാൽ. ഈ 5 അപ്പവും 2 മീനും അഡ്ജസ്റ്റ് ചെയ്യാൻ പോലും ഇല്ല. ഇതിനകത്തൊരു 5-6 എണ്ണം അങ്ങ് പോയായിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്നവന്മാർ ഇതിനകത്തുണ്ട്.
അവന്മാരെ എടുത്ത് കർത്താവ് പറഞ്ഞു, ഇരുത്തട 5000. കാൽക്കുലേഷൻ ഇങ്ങനെ കൂട്ട് വരുമ്പോൾ കുറച്ചെണ്ണം അങ്ങ് പോട്ടെ, സാരമില്ലെന്ന് പറയുന്ന ഒരു സോച്ച് വരും, ചിന്ത വരും. പക്ഷെ ദൈവത്തിൻ്റെ ചിന്ത ബിയോണ്ട് യുവർ കാൽക്കുലേഷൻ. 5000 ഇരുത്താൻ പറഞ്ഞെന്നേ, നിന്റെ കരങ്ങളിലിരിക്കുന്നതിനെ മുഴുവൻ നിന്റെ കാൽക്കുലേഷനും ബുദ്ധിയൊക്കെ തെറ്റിപ്പോയാലും എൻ്റെ ദൈവത്തിന് തെറ്റത്തില്ലെന്ന് വിശ്വസിക്കുന്നവർ ഒരു ഹല്ലേലൂയ പറയാമോ? റുബ ശപ്പലക സതാനിയ. നിന്നെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ പരിമിതികളെ പൊളിക്കുന്ന ഒരു ദൈവമുണ്ട്. ശുഭ ലകത്തേന ശപേ. ആരുടെ മേലോ ഒരു വർദ്ധനുവിന്റെ അഭിഷേകം ഇന്ന് രാവിലെ പരിശുദ്ധാത്മാ വിടുകയാണ്. I declare it in the name of Jesus. നിന്റെ പരിമിതികൾ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ആവുകയാണ്. I break it in the name of Jesus. Every limitation, I break it in the name of Jesus. Unlimited, immeasurable, the blessings of the Lord may come to your life to establish and increase your blessings in Jesus' name. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹോറാ ശപലക സംധാരിയാന്തര. നിന്റെ കാൽക്കുലേഷൻ തെറ്റിയാക്കാം. നിന്റെ ശരീരത്തെക്കുറിച്ച്, നിന്റെ ഫാമിലിയെക്കുറിച്ച്, നിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് നീ പേടിക്കണ്ട. അവൻ പ്രോമിസ് പറഞ്ഞ മാറത്തില്ലെന്ന്. റോബ ശബനാസിയ. എന്നിട്ട് നമ്മൾ വായിക്കുന്ന ഇവിടെ ഒരു കല്യാണം ഉണ്ടായെന്ന്. ഇപ്പം ഈ കല്യാണത്തെക്കുറിച്ച് പിള്ളേർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഒരു മഹാബോറായിട്ടുള്ളൊരു സാധനമായി തന്നാൽ പലരും ധരിച്ചു വച്ചേക്കുന്നത്. എത്രയോ പേരാണെന്നറിയാമോ വിവാഹം വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുന്നത്. പക്ഷെ സ്വർഗം സ്ഥാപിച്ചതാണ് ഈ വിവാഹം. സ്വർഗം ആഗ്രഹിക്കുന്നു വിവാഹം. ഇതിനകത്തൊരു ബ്യൂട്ടി ഉണ്ട്. ഇനി മാതാപിതാക്കളോടൊരു മെസ്സേജ് ഉണ്ട്. ഇതൊരു മഹാബോറൻ പരിപാടിയാണെന്ന് പിള്ളേർക്ക് തോന്നരുത്. ഈ പിള്ളേരിത് കാണുമ്പോൾ ഉണ്ടല്ലോ, അപ്പനും അമ്മയും ഭയങ്കര ആർഗ്യുമെൻറ്റ്. ഇവരുടെ സ്നേഹപ്രകടനമൊന്നും ഇവർ കാണുന്നുമില്ല. പിള്ളേരുടെ മുമ്പിൽ വെച്ച് ഐ ലവ് യു ഇപ്പോൾ ഒന്ന് പറയാമോ? നമ്മുടെ മലയാളീസിൻ്റെ ഈഗോ ഉണ്ടല്ലോ, ഇത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കത്തില്ല. നീ കാണാൻ രസമുണ്ട് കേട്ടോ, നല്ല ഫുഡാ കേട്ടോ, ഒരു കോംപ്ലിമെൻറ്റിൽ നമ്മളെപ്പോലെ മൈസേഴ്സ് ആരുമില്ല. അന്നേരം നിങ്ങൾ വിചാരിക്കും പാസ്റ്റർ സൂപ്പറാന്ന്. പാസ്റ്റർ ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അന്നേരം ഈ ബ്യൂട്ടി ഉണ്ടല്ലോ, ഫാമിലീസിൻ്റെ ബ്യൂട്ടി പിള്ളേർ കാണട്ടെന്ന്, കർത്താവ് ഇറങ്ങി വരുന്നതൊക്കെ കാണട്ടെന്ന്. ഇതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. യേശുപ്പത്തിന് ഇറങ്ങി നിൽക്കുന്ന കുടുംബം എത്ര ബ്യൂട്ടിഫുൾ ആണെന്നറിയാമോ? പിന്നെ ഞാൻ ഈ കുടുംബത്തിൽ കണ്ടത്, ഒരേപോലെ സ്വഭാവമുള്ളവരെ ദൈവം ചേർക്കത്തില്ല. രണ്ടും ഓപ്പോസിറ്റ് ആയിരിക്കും. അതെന്താണെന്നറിയാമോ? ഈ ഒരേപോലെ ഉണ്ടല്ലോ, പിന്നെ കൈ പിടിച്ച് സ്വിറ്റ്സർലൻഡ് വഴി, ഓസ്ട്രേലിയ വഴി, സിംഗപ്പൂർ വഴി ഒറ്റ പോക്ക. ഈ മേലോട്ട് നോക്കിയല്ല. അന്നേരം കർത്താവ് പറയും, ഇടയ്ക്കിടയ്ക്ക് മേലോട്ട് നോക്കടാ, ഇങ്ങോട്ട് നോക്കടാ എന്ന് പറയാൻ വേണ്ടി. അന്നേരം രണ്ടുപേര് നോക്കും, ഇവനെ എനിക്ക് സഹിക്കാൻ വയ്യ. അന്നേരം അവൾ പറയും, ഇവളെ എനിക്ക് സഹിക്കാൻ വയ്യ. ഇങ്ങനെ പറഞ്ഞ് കർത്താവിലോട്ട് നോക്കും. അന്നേരം ഇതിനകത്തോട്ട് മുപ്പരിച്ചടട് വേഗത്തിൽ അറ്റുപോകത്തില്ലെന്ന് പറഞ്ഞോണം ഈ കർത്താവ് ഇതിനകത്തോട്ടങ്ങ് ഇറങ്ങും. കർത്താവിനെ ഇറക്കാൻ വേണ്ടിയ ഓപ്പോസിറ്റ് തന്നതെന്നേ. നീ വിഷമിക്കണ്ടെന്നേ, നിനക്ക് ബെസ്റ്റാണ് കിട്ടിയേക്കുന്നത്. ഒന്ന് പറഞ്ഞേ, എനിക്ക് എൻ്റെ ബെസ്റ്റാണ് കിട്ടിയേക്കുന്നത്. ബെസ്റ്റ് കിട്ടിയവരെല്ലാം പറയണം, അല്ലാത്തവരും മിണ്ടാതിരുന്നു. ബെസ്റ്റ് കിട്ടാൻ പോവാന്ന് പറയണം. ഹല്ലേലൂയ, എനിക്കെൻ്റെ ബെസ്റ്റാണ് കിട്ടിയേക്കുന്നത്.
കാരണം ഉണ്ടല്ലോ, നമ്മളെ പണിഞ്ഞ് ക്രിസ്തുവിൻ്റെ ഇമേജ് കിട്ടി അങ്ങ് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയാ കറക്റ്റ് കാര്യങ്ങൾ ദൈവം വെച്ചേക്കുന്നത്. ഈ പണി ഇഷ്ടമല്ലെങ്കിൽ ചില പറയും എനിക്കിതൊന്നും പറ്റത്തില്ല, എനിക്ക് സേഫ് സോണിൽ ഇങ്ങനെ കംഫർട്ടബിളായി ജീവിക്കണം. കർത്താവ് വിടത്തില്ല കേട്ടോ. നല്ല ബോസിനെ തരും. നിനക്കിട്ട് നല്ല പണി തരുന്ന ബോസിനെയോ പാസ്റ്റർ പറഞ്ഞാൽ അനുസരിക്കാത്തവനെ എല്ലാം കർത്താവ് ഓഫീസിൽ കൊണ്ടുപോകും, അല്ലെ വഴിയിലിടും, അല്ലെ എവിടെങ്കിലും ഇട്ട് നല്ല പണി തരും. എന്നിട്ട് കാരണം ഇത് പണി നടന്നേ പറ്റൂ, പണിയാതിരിക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് കയറിയവരെ എല്ലാം ദൈവം പണിഞ്ഞ് ഇമേജ് കൂട്ടും. ദൈവത്തിൻ്റെ ഇമേജിനകത്ത്, യേശുവിൻ്റെ ഇമേജിനകത്ത് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് കർത്താവ് ഈ കഷ്ടപ്പാടെല്ലാം എടുക്കുന്നത്. അന്നേരം ഫാമിലി ദൈവത്തിൻ്റെതാണ്. ഫാമിലിക്കകത്ത് ബ്യൂട്ടി ഉണ്ട്. ഫാമിലി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഈ ഒരു വെളിപ്പാട് നമ്മൾ പ്രാപിച്ചോണം. കുടുംബം ഏറ്റവും അനുഗ്രഹമാണ്. എനിക്ക് തന്ന പാർട്ട്ണർ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റാണ്. എന്നിട്ട് ഈ കല്യാണം ഉണ്ടായ സമയത്ത് യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നെന്നാണ് വായിക്കുന്നത്. നമ്മുടെ ചർച്ചിലൊക്കെ അമ്മമാരുണ്ടോ? അമ്മമാരെ കർത്താവ് നോക്കുക. ഈ കാത്തലിക്കൊക്കെ പറയും ഞങ്ങൾ അമ്മയോടാണ് പ്രാർത്ഥിക്കുന്നത്, അമ്മ മേരിയോടാണ് പ്രാർത്ഥിക്കുന്നതെന്ന്. കാരണം എന്താണെന്ന് പറയും, ഇവർക്ക് ഈ അമ്മയുടെ വെളിപ്പാട് മാത്രമേ ഉള്ളൂ, വേറെ അമ്മമാരെ കാണണ്ടേ അവർക്ക്. നമ്മളെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ചർച്ചിനകത്ത് ഒത്തിരി അമ്മ ഹൃദയമുള്ളവരുണ്ടായിരുന്നു. ഇപ്പം 80s ആയാലും അമ്മയാവാനുള്ള മനസ്സില്ല. അമ്മ ഹൃദയം ഉണ്ടാകണമെന്നേ. അന്നേരം അമ്മമാർക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട് കേട്ടോ. അത് അപ്പന്മാർക്ക് കുറവാണ്. അമ്മമാരുടെ ഒരു പ്രത്യേകതയാണ്, പെട്ടെന്ന് കാര്യങ്ങളങ്ങ് സെൻസ് ചെയ്യും. ഈ ചില കുഞ്ഞുങ്ങളൊക്കെ വാവിട്ട് കരയുമ്പോൾ അപ്പന്മാരിങ്ങനെ അന്തരീക്ഷത്തിൽ എന്നിട്ട് ഇവൻ കരയുന്നു, ഇനി കളിപ്പിക്കാൻ ഞാൻ ഇട്ടാന്ന് വിചാരിച്ച ഈ കിടന്ന് ഈ കളിപ്പിക്കുന്നത്. ഈ പൈതലിന് വല്ല മസിലോ കയ്യും കാലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലത് ഇവിടെ കിട്ടിയാനെ. പക്ഷേ അമ്മമാരുണ്ടല്ലോ, പെട്ടെന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോഴേ സെൻസ് ചെയ്യും, ഇത് ഡയപ്പർ മാറാനാ, ഇത് ഇവന് ഫീഡ് ചെയ്യാനാ, വിശക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് സെൻസ് ചെയ്യും. ഇതേ സെൻസിങ് പരിപാടി ചർച്ചിനകത്തുണ്ടാകണം, വീട്ടിനകത്തുണ്ടാകണം. കുഞ്ഞിൻ്റെ മുഖം മാറുമ്പോൾ മോനെ എന്തോ പറ്റി, മോനെ എന്തോ പറ്റിയടാ, പറയടാ, സാരമില്ലടാ. ഈ ചർച്ചിനകത്ത് ഒരാളുടെ മുഖം മാറുമ്പോൾ മോളെ എന്തോ പറ്റി മോളെ എന്ന് ചോദിക്കത്തക്ക നിലവാരത്തിലൊരു സെൻസ് ഉണ്ടാകണം. ഇങ്ങനെ ഉണ്ടാകുന്നൊരു തലമുറ, ഒരമ്മമാരുടെ തലമുറ ചർച്ചിലുണ്ടാകണം. അന്നേരം അപ്പന്മാരെല്ലാം വിചാരിച്ച് ഞങ്ങൾ രക്ഷപ്പെട്ടെന്നില്ല, നിങ്ങൾക്കുള്ളത് വരുന്നുണ്ട്. അപ്പന്മാരും ചർച്ച വേണം. നമ്മളെ ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം പഠിക്കുമ്പോൾ ബൈബിൾ എടുക്കണ്ട, അതിനകത്ത് 3 സ്റ്റോറീസ് അകർത്താ പറയുന്നത്. ലോസ്റ്റ് ഷീപ്പ്, ലോസ്റ്റ് കോയിന്, ലോസ്റ്റ് സൺ. നഷ്ടപ്പെട്ടതാ. എന്നിട്ട് ഈ നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ 2 സ്റ്റോറീസിലും ഇത് പോയി പിന്നാലെ പോയി ഇത് ഇങ്ങനെ റീഗെയിൻ ചെയ്യുന്നത്, പിടിച്ചെടുക്കുന്നത് നമുക്കറിയാം. പക്ഷെ 3-ാമത്തെ സ്റ്റോറി നഷ്ടപ്പെട്ടവനെ കുറിച്ച് ആരും ഇട്ട് പുറകെ പോകുന്നില്ല. ഞാൻ ചോദിച്ചു, കർത്താവ് എന്താ അങ്ങനെ പറ്റിയേ? ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഈ മൂത്തോം പോവുമെന്ന് വിചാരിച്ചാൽ ഞാൻ വെയിറ്റ് ചെയ്തേ, എവയിട്ട് പോയില്ലെന്ന്. ഈ ചർച്ചിനകത്തെ 3 കൂട്ടരും ഉണ്ട്. ചേട്ടന്മാരും ഉണ്ട്, അനിയന്മാരും ഉണ്ട്, അപ്പന്മാരും ഉണ്ട്. പക്ഷെ ഇപ്പോൾ അപ്പന്മാരില്ല, ചേട്ടന്മാരെ അനിയന്മാരാ മൊത്തം. അനിയന്മാർക്ക് പിന്നെ ഒരു ബ്രേക്ക് ലൈസൻസ് ഒന്നുമില്ല, എല്ലാ പരിപാടിയുണ്ട്, ഇവിടെ വന്ന് സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും. ഇത് കാണുമ്പോൾ ചേട്ടന്മാർക്കങ്ങ് സഹിക്കാൻ വയ്യ. പാസ്റ്ററേ അവനെ വിടരുത് കേട്ടോ, ചേട്ടന്മാരുടെ മനസ്സാ.
ഈ ചേട്ടൻ എങ്ങനെ മനസ്സിലായി ഈ അനിയൻ വേശ്യമാരോടുകൂടെ അപ്പൻ്റെ മുതൽ തിന്നു കളഞ്ഞെന്ന്? യവൻ വയലിൽ പണിയെടുക്കുമല്ലേ, യവൻ സാറ്റലൈറ്റ് ആന്നേ, യവൻ വാട്സപ്പിനകത്ത് എല്ലാം അറിയുന്നുണ്ട്. അനിയൻ എവിടെ പോണെന്നും എന്തോ പരിപാടിയാണ് ചെയ്യുന്നതെന്നും സകല ഇൻഫർമേഷൻസ് യവ എടുക്കുന്നുണ്ടെന്നേ. പക്ഷേ അപ്പൻ്റെ ഹാർട്ടില്ല. അപ്പൻ്റെ ഹാർട്ടുണ്ടെങ്കിലേ ചേട്ടൻ്റെ അനിയൻ്റെ നടുക്ക് നീ അങ്ങ് നിൽക്കും. മോനെ, അനിയൻ്റെ അടുത്ത് പറയും, മോനെ ഈ വഴിയല്ലടാ മോനെ, കർത്താവിനൊരു വഴി വെട്ടിട്ടുണ്ടോ മോനെ, പോവല്ലേടാ കുട്ട, ചേർത്ത് പിടിക്കും. മൂത്തോൻ്റെ അടുത്ത് പറയും, ഒത്തിരി റിബല്യസ് ഒന്നും ആവണ്ടടാ, വാടാ, നീ അകത്ത് കയറി വാ, സാരമില്ല, ശരിയായിക്കോളൂടാ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാടാ. നടുക്ക് നിൽക്കുന്ന അപ്പന്മാര്. ഇന്റർസെസേഴ്സിനെ ചർച്ചിന് ആവശ്യമുണ്ടെന്ന്, പ്രാർത്ഥിക്കുന്നവരെ ചർച്ചിന് ആവശ്യമുണ്ട്, സെൻസ് ചെയ്യുന്ന ഹാർട്ടുള്ളവരെ ചർച്ചിന് ആവശ്യമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ എത്ര പേര് വിശ്വസിക്കുന്നു? ഒരു വർഷം മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ ഇത്തിരി ഫിനാൻഷ്യൽ ക്രൈസിസ് വന്ന സമയത്ത് ഞാൻ പോയി ഒരുമിച്ചൊരു 10 കിലോ അരി കുറഞ്ഞ ക്വാളിറ്റി മേടിച്ചുകൊണ്ട് വന്നു. അന്നേരം അത് ഈ ഉണ്ടാക്കി വന്നപ്പം ബോണ്ട പോലിരുന്നു. അന്നേരം വൈഫും പിള്ളേരും പറഞ്ഞു, ഇത്രയും വേണ്ടായിരുന്നു, ഇത്രയും കൂടെ നല്ല അരി മേടിച്ചുകൂടായിരുന്നു. ഞാൻ പറഞ്ഞു, ഉള്ളതിന് സ്തോത്രം പറഞ്ഞോണോ. അന്നേരം ആ ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ വീട്ടിൽ നടക്കുമ്പോൾ 3-ാം ദിവസം തൊട്ട് താഴെ താമസിക്കുന്ന ഒരു മലയാളി അച്ഛൻ എന്നെ ഫോൺ ചെയ്തു. അച്ഛൻ വേറെ ചർച്ചിൽ പോകുന്ന, ഹിന്ദി ചർച്ചാണ് ഞങ്ങളുടേത്. അന്നേരം ഞാൻ അങ്ങനെ പ്രൈസ് ലോർഡ് പറയും, പുള്ളിക്ക് വേണ്ടി പേഴ്സണലി പ്രാർത്ഥിക്കാൻ, വീട് വിസിറ്റിങ്ങിനൊന്നും പോകാറില്ല. പുള്ളിയാണ് അൺയൂഷ്വലായിട്ടൊരു കോൾ വന്നു, പാസ്റ്റർ എന്തോ പറയുന്നു, സന്തോഷമായിരിക്കുന്നോ? പുള്ളി ഡോൺ ബോസ്കോ കോളേജിൻ്റെ ഒരു ക്യാൻറ്റീൻ നടത്തുന്ന ഒരു അച്ഛനാണ്. എൻ്റെ ക്യാൻറ്റീനിൽ വന്ന് പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് പറഞ്ഞു വിളിച്ചു. ഞാൻ വൈഫോട് അവിടെ ചെന്നു, പ്രാർത്ഥിച്ചു കഴിഞ്ഞൊരു സ്വത്രാഴ്ചയൊക്കെ എൻ്റെ പോക്കറ്റ് വെച്ച് തന്നു. എന്നിട്ട് പുള്ളി പറഞ്ഞു, പാസ്റ്ററിൻ്റെ വണ്ടിയുടെ ഡിക്കി ഒന്ന് പൊക്കാമോ എന്ന് ചോദിച്ചിട്ട് ഒരു ചാക്ക് ബാസ്മതി അരി എടുത്തിട്ട് അതിനകത്തങ്ങിട്ട്. പക്ഷേ ഇപ്പോഴും ഞങ്ങൾ അച്ഛൻ തരുന്ന അരിയാണ് ഉപയോഗിക്കുന്നത്. എന്തുവാണെന്നറിയത്തില്ല, ഞങ്ങളുടെ ചാക്കിൽ അരി തീരുമ്പോൾ അച്ഛൻ അവിടെ കത്തും. സാറ്റലൈറ്റ് പരിപാടിയായത്, സെൻസ് ചെയ്യും. കർത്താവിന് സെൻസ് ചെയ്യുന്നവരെ ആവശ്യമുണ്ടെന്ന്. ചർച്ചിനകത്ത് വേറൊരാളുടെ പെയിന്, വേറൊരാളുടെ വേദന, വേറൊരാളുടെ വിഷമങ്ങൾ, കൺസേൺ, ആത്മാവി ഹാർട്ട് ഫെൽറ്റായിട്ട് സെൻസ് ചെയ്തിട്ട്, സാരമില്ല മോനെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം, വി ഓൾ ചർച്ച് ആർ വിത്ത് യു എന്ന് പറയുന്നൊരു കൺസേൺ ഹാർട്ട്, അമ്മമാരുള്ള, ഇന്റർസെസേഴ്സ് ഉള്ള, അപ്പന്മാരുള്ള ചർച്ചിനെ സ്വർഗം തേടുകയാണ്. അപ്പോൾ നിങ്ങളുടെ മേലൊരു നിറവ് വെളിപ്പെടും, ഒരു അസാധാരണമായ തേജസ് വെളിപ്പെടും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചു. വീഞ്ഞു പോരാതെ വരികയാൽ, കർത്താവ് ക്ഷണിച്ചാലേ വരത്തുള്ളൂ, പിശാചിന് ക്ഷണനൊന്നും വേണ്ട. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്, കർത്താവ് ഒരു ജെന്റിൽമാനെ പോലെ തട്ടുന്നെന്ന്, കയറി വരത്തില്ല, തട്ടും, തുറന്നാൽ കയറി വരും. കർത്താവ് ഇപ്പോഴും തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇൻവിറ്റേഷൻ കർത്താവിന് എപ്പോഴും കൊടുക്കുന്നവരെ കർത്താവിന് ഇഷ്ടമാണ്. ഏറ്റവും ഗ്രേറ്റ് സ്ട്രഗിളിലാണ് നമ്മൾ കർത്താവിനെ വിളിക്കുന്നത്. എപ്പോഴും ഒന്ന് വിളിച്ചേ. ഡ്രൈവ് ചെയ്യാൻ വണ്ടി എടുക്കുമ്പോൾ, അപ്പാ ഈ പൊട്ടൻ ഇതിനകത്തിരിക്കുക, അപ്പം കൺട്രോൾ ചെയ്തോണേ. എല്ലായ്പ്പോഴും ഈസി കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒന്ന് കർത്താവിനെ വിളിക്കാമോ? എൻ്റെ വൈഫ് വലിയ ഷെഫൊന്നുമല്ല ആള്, പക്ഷേ ഉണ്ടല്ലോ ഗസ്റ്റൊക്കെ വരുമ്പം ചില സമയത്ത് സൂപ്പർ കാനമൊക്കെ. ഞാൻ പറയും, എന്തോ മാജിക്കാടി ബ്ലസ് ചെയ്യുന്നു. അന്നേരം അവൾ പറയും, ഇത് മാജിക്കൊന്നും അല്ല ചാച്ചാ, എൻ്റെ പൊട്ടത്തരത്തിൽ ഞാൻ ഈ മല്ലിയും മുളകും ഒക്കെ ഇടുമ്പോൾ എനിക്കിത് ക്വാളിറ്റി ഒന്നും അറിയത്തില്ല, അപ്പാ നീ ഒന്ന് സഹായിക്കപ്പാന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യുമ്പോൾ അതങ്ങ് ടേസ്റ്റായി പോകുന്നതാണ്.
കർത്താവിനെ നിങ്ങളുടെ കിച്ചണിൽ വിളിക്കണം, നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ വിളിക്കണം, നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ വിളിക്കണം, വീട്ടിൽ വിളിക്കണം, കുഞ്ഞുങ്ങളുടെ മേൽ വിളിക്കണം. അപ്പാ നീ സഹായിക്കപ്പാന്നൊന്ന് വിളിച്ചു നോക്കിയേ, യേശു ഇറങ്ങി വരുവോന്നേ. നിങ്ങളുടെ എല്ലാത്തിനെയും ദൈവം ബ്യൂട്ടിഫുൾ ആക്കും. ഐ ഡിക്ലെയർ ഇറ്റ് ഇൻ ജീസസ് നെയിം. ബ്യൂട്ടി കൂട്ടാൻ പോകും. ആരുടെയൊക്കെയോ ബ്യൂട്ടി പരിശുദ്ധാത്മാവ് കൂട്ടാൻ പോകുന്നു. നിങ്ങളുടെ വീടിൻ്റെ ബ്യൂട്ടി, കുടുംബജീവിതത്തിൻ്റെ ബ്യൂട്ടി, തലമുറകളുടെ ബ്യൂട്ടി, നിങ്ങളുടെ എല്ലാ മേഖലകളുടെയും ബ്യൂട്ടി കൂടാൻ പോകുകയാണ്. ഐ ഡിക്ലെയർ ആൻഡ് റിലീസ് ദാറ്റ് ബ്യൂട്ടി ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്നിട്ട് കർത്താവ് ഈ കല്യാണത്തിന് വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. ഈ പോരാതെ വരിക എന്ന് പറയുന്നത് വലിയൊരു വിഷമമുള്ള കാര്യമാണ്. ഈ ഇടയ്ക്ക് ഞാൻ ഡൽഹിയിൽ നിന്ന് നാട്ടിൽ ചെന്നപ്പോൾ ഒരു കല്യാണത്തിന് കൂടേണ്ടി വന്നു. ഭയങ്കര ഒരു സംഭവം എന്ന് പറഞ്ഞാൽ 100-300 പേര് ഒരുമിച്ച് ഈ കല്യാണ ഹാളിലേക്ക് ഇടിച്ചങ്ങ് കയറുകയാണ്. നമ്മൾ നാട്ടിലെ കല്യാണം അറിയാമല്ലോ, ഇടിച്ചങ്ങ് കയറുകയാണ്. ഇല്ല ബോംബാക്രമണം നടത്താൻ പോകുന്നത് പോലെ ഈ ഹാളിനകത്തേക്ക് ആളുകൾ കയറുന്നു. അന്നേരം ഞാനിങ്ങനെ ഇതൊക്കെ നോക്കി ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. എനിക്ക് ചിരിയും വരുന്നുണ്ട്. കുറച്ച് മുമ്പ് വരെ ഇതിനകത്ത് ഞാനും ഒരാളായിരുന്നല്ലോ എന്നുള്ള ചിരിയാണ് എനിക്ക് വരുന്നത്. ഡൽഹിയിൽ പോയി കല്യാണമൊക്കെ കൂടി കഴിഞ്ഞപ്പോഴാണ് കുറച്ച് ലൈറ്റ് അടിച്ച് കിട്ടിയത്. ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് പെതുക്കെ കഴിക്കാൻ തുടങ്ങിയത്. അന്നേരം ഈ 100-300 പേരും ഈ കല്യാണമെല്ലാം ഈ കഴിച്ചതിന് ശേഷം അവർ പുറത്തിറങ്ങി. അടുത്ത ആളങ്ങോട്ട് കയറിയപ്പം ഈ കാറ്ററിംഗുകാരൻ എന്ന് പറയുകയാണ്, ഫുഡില്ല. ഓ, അച്ഛൻ്റെ മുഖഭാവം ഞാൻ ശരിക്കും കണ്ടു കേട്ടോ. ചോര വറ്റിയവനെ പോലെ അവിടെ നിൽക്കുക. ചെറുപ്പക്കാർ പിള്ളേരൊക്കെ അവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. അന്നേരം ഞാൻ വിചാരിച്ചു ഈ മനുഷ്യനെ എന്തോ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അവിടെ ഒരു ഇന്നോവ കിടപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അച്ഛാ വിഷമിക്കണ്ട, ഞാൻ കുറച്ച് പേരെ ഹോട്ടലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഈ ബഹളം ഉണ്ടാക്കുന്നവരെല്ലാം കൂടെ ആ വണ്ടിക്കകത്ത് കുത്തിക്കയറ്റി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതേപോലെ വണ്ടി ഓടിച്ചില്ല സ്പീഡിന്. ഇതേപോലെ ഹോട്ടലുകളിലോട്ട് ട്രിപ്പ് അടിക്കാൻ തുടങ്ങി. നമുക്ക് ഇപ്പോഴും ഈ പോരായ്മകളിൽ വരുന്ന സമയത്ത് പൊട്ടിച്ചിരിക്കാൻ ഈസിയാണ് കേട്ടോ. പക്ഷെ പോരായ്മ പരിഹരിക്കാനുള്ളൊരു ഹാർട്ടാണ് ദൈവം തേടുന്നത്. ആരുടെയെങ്കിലും വിഷമങ്ങളും കുറവുകളും ഒക്കെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളത് പൊട്ടിച്ചിരിക്കാതെ ആഘോഷിക്കാതെ, സാരമില്ല കർത്താവേ എനിക്കെന്തു ചെയ്യാൻ പറ്റും, എനിക്ക് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, പ്രാർത്ഥിക്കാൻ പറ്റുമോ, അറ്റ്ലീസ്റ്റ് അവന് വേണ്ടി ഒരു ഇൻ്റർസെസറായി നിൽക്കാൻ പറ്റുമോ, എങ്ങനെ ഇത് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുന്നൊരു ഹാർട്ട്. മേരിക്ക് ഇതുണ്ടായിരുന്നു. മിറക്കിളിൻ്റെ എല്ലാം പിന്നിൽ ഒരു പെയിൻ ഉണ്ട് കേട്ടോ. ഒരു പെയിനിൽ നിന്നാണ് തുടങ്ങുന്ന മിറക്കിള്. അന്നേരം അവളെ യേശുവിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ വീഞ്ഞില്ലെന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ എനിക്ക് നിനക്ക് തമ്മിൽ എന്ത്? ഇത് നമ്മളോട് ചോദിച്ചായിരുന്നെങ്കിൽ, യേശു നമ്മളോട് പറഞ്ഞായിരുന്നെങ്കിൽ നമ്മുടെ സ്ഥിതി എന്തുമായിരുന്നേ? മോനെ, ഒത്തിരി കയറി കളിക്കരുത് കേട്ടോ. 9 മാസം നിന്നെ ഇതിനകത്ത് കൊണ്ട് നടന്നതാണ്. നമ്മളങ്ങ് ഇമോഷണലാകും. ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്ത് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഒന്നും നടക്കത്തില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ പറയും കൈ ഇരിക്കട്ടെന്ന്. അവർ വില്ലന്മാരാ. നമ്മൾ ഈ ഇമോഷണലാകാതെ ഇമോഷണലാകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. പല കാര്യങ്ങളിലും ഓവർ ഇമോഷനൊന്നും വേണ്ട, ഒന്ന് ശാന്തമാകുക. മേരി അതൊന്നും എടുത്തില്ല. സ്ത്രീയെ എനിക്ക് നിനക്ക് തമ്മിൽ എന്തെന്ന് ചോദിച്ചപ്പോൾ മേരിക്ക് അതൊന്നും ഒരു വിഷയമല്ല. എന്നിട്ട് പറയുകയാണ്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ഈ വെളിപ്പാട് മേരിക്ക് മാത്രമേ മനസ്സിലാവൂ. നാഴികയുടെ വെളിപ്പാടേ. കാരണം എന്താണെന്നറിയാമോ? മേരി ഇങ്ങനെ കല്യാണമൊക്കെ ഉറപ്പിച്ച് ഇങ്ങനെ ഇരിക്കുക. ഇപ്പോഴത്തെ കൂട്ട് വാട്സപ്പിൽ ഇങ്ങനെ ജോസഫേട്ടനെ നോക്കി വർത്താനം പറയാനുള്ള ഒരു പരിപാടി ഇല്ല.
ജോസഫേട്ട ഇങ്ങനെ ഈ ഉറപ്പീരിന് വന്നിട്ട് പോയ സമയത്ത് മിന്നായം പോലെ മേരി കുനിഞ്ഞൊന്ന് കണ്ടതേ ഉള്ളൂ. ആ ഓർമ്മകളുമായിട്ടൊക്കെ മേരി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും. ആ കല്യാണത്തിന് വീടൊക്കെ പണിഞ്ഞിട്ട് ജോസഫേട്ടൻ പെട്ടെന്ന് വരുമോയെന്നും പറഞ്ഞ് കാത്തിരിക്കുമ്പോൾ ഉണ്ടല്ലോ, പെട്ടെന്നൊരു ദൂതൻ ഇങ്ങോട്ട് വന്നിട്ട് പറയുക, നീ പ്രഗ്നൻ്റ് ആവും കേട്ടോ. സമയം തെറ്റിയില്ലേ, സമയം തെറ്റിപ്പോയില്ലേ. ആ ഹൃദയം എത്ര വിങ്ങിയിട്ടുണ്ടാകും. പക്ഷേ സമയം തെറ്റി എന്ന് തോന്നുന്ന ഇതിനകത്തിരിപ്പുണ്ട് പലരും. പക്ഷെ സ്വർഗം പറയുകയാണ്, നിന്റെ സീസൺ വരാൻ പോവുകയാണ്. മനുഷ്യൻ മുഴുവൻ പറയും, നിന്റെ സമയം തെറ്റി കേട്ടോ, ഇപ്പോഴല്ലായിരുന്നു ഇത് വരേണ്ടത്, കുറച്ചുകൂടെ കഴിഞ്ഞു മതിയായിരുന്നു. അല്ലെ ചെല്ല് പറയും, ഇപ്പം വരേണ്ട കാര്യമായിരുന്നു, ലേറ്റായിപ്പോയി കേട്ടോ. ദൈവത്തിന് ലേറ്റും ഇല്ല, ഏർലി ഇല്ല. ഡ്യൂ ടൈമിൽ അവൻ്റെ സീസൺ നിനക്ക് വേണ്ടി വെളിപ്പെടും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എനിക്ക് വേണ്ടി ഒരു സീസൺ വെച്ചിട്ടുണ്ട്. ആ സീസണിൽ ഡ്യൂ ടൈമിൽ ദൈവം അതിൻ്റെ മേൽ ആക്ട് ചെയ്യാൻ പോവുകയാണ്. ഈ ചർച്ചിന് വേണ്ടിയുള്ളൊരു പ്രോഫസിയാണ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഒരു ടൈം ഉണ്ടെന്ന്, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു ടൈമുണ്ട്, ജനറേഷന് വേണ്ടി ദൈവം ഒരു ടൈം വെച്ചിട്ടുണ്ട്. ആർക്കും കെടുത്തിക്കളയാൻ കഴിയാത്ത ഒരു അഭിഷേകം അതിന്മേൽ ആക്ട് ചെയ്യാൻ പോവുകയാണ്. ഈ ചർച്ചിന്റെ മേൽ ഒരു ഡ്യൂ ടൈം, ഒരു സീസൺ വരാൻ പോവുകയാ പാസ്റ്റർ. ഒരു സീസണൽ റിവൈവൽ, ഒരു സീസണൽ ലിഫ്റ്റ്, ഒരു സീസണൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഹോളി ഗോസ്റ്റ്. ഈ മേരി ഇത് ദുഃഖത്തോടെ, ഇത് ഇപ്പോഴാണോ? പക്ഷെ മേരി, നിനക്കറിയാത്തൊരു മിസ്റ്ററി ഉണ്ട്. ഇതുവരെ സ്വർഗദൂതന്മാർ കിന്നരം വായിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടില്ല. പക്ഷെ നിനക്ക് വേണ്ടി ദൂതന്മാർ നിന്റെ വീട്ടിൽ ഇറങ്ങി വരും കിന്നരം വായിക്കാൻ. പ്രവാചകന്മാർ ഉറ്റുനോക്കാൻ കൊതിച്ച ഒരു സാധനം നിന്റെ കയ്യിൽ പിടിപ്പിക്കാൻ പോവാ ഞാൻ. ഇതുവരെ ലോകം കാത്തിരുന്ന ഒരത്ഭുതം നിന്റെ ഉദരത്തിൽ വളരാൻ പോകുക മേരി. ശബലത്തീനിയ, നിന്റെ സമയത്തല്ല, നീ ഉദ്ദേശിച്ചതുപോലല്ല കാര്യങ്ങൾ മാറി മറിയുന്നു എന്ന് നിനക്ക് തോന്നിയാലും ഓർത്തോ, യു ആർ ബീങ് പാർട്ട് ഓഫ് എ സൂപ്പർ നാച്ചുറൽ ആക്ട് ഓഫ് ഗാഡ്, മിറക്കിൾ ഓഫ് ഗാഡ്. ശുഭലകസതാനിയസേ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ചരിത്രങ്ങൾ മാറ്റി എഴുതുന്ന ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിൾ എൻ്റെ ദൈവം ചെയ്യാൻ പോകുകയാണ്? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. മേരി, സുനിത വില്യംസിനെ പോലുള്ളവരെ നിന്റെ വീട്ടിൽ കയറുമെന്ന് വിദ്വാൻമാർ വരും. കൊട്ടാരത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത ഗിഫ്റ്റുകൾ നിന്റെ വീട്ടിൽ വരും മേരി. നിന്റെ സീസണെ ചേഞ്ച് ആക്കുന്ന ഒരഭിഷേകം നിന്റെ മേൽ വെളിപ്പെടാൻ പോവുകയാണ് മേരി. എന്നിട്ട് മേരി ഈ ഇങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴേ കർത്താവ് പറയുന്നേ, എഴുന്നേറ്റോളാൻ. ഗർഭകാലം സ്ത്രീകൾ എപ്പോഴും സന്തോഷവതികളായി എവിടെങ്കിലും ഇരിക്കാനാ താല്പര്യം. ഒത്തിരി യാത്രയൊന്നും അവർക്കിഷ്ടമല്ല. പക്ഷെ മേരി എടുത്ത് കർത്താവ് പറഞ്ഞു, യഹൂദ മലനാട് കയറാൻ, യഹൂദ മലനാട് ചവിട്ടിക്കയറാൻ നിനക്കിഷ്ടമല്ലല്ലേ? പക്ഷെ കാല് വെച്ചോ, ഞാൻ കൃപ തരും. മേരി, നീ ബത്തപ്പാടോടെയാണെങ്കിലും നീ കാണാൻ പോകുന്ന ഒരു എലിസബത്തിനെ മീറ്റ് ചെയ്യുമ്പോണ്ടല്ലോ, നിന്റെ പേഴ്സണാലിറ്റി ചേഞ്ച് ആകത്തക്ക നിലവാരത്തിൽ, നിന്റെ ഐഡന്റിറ്റി മാറ്റത്തക്ക നിലവാരത്തിൽ നിന്നെ ഒരു പ്രവാചകിയാക്കി ഞാൻ മാറ്റാൻ പോവുകയാണ്. നിന്റെ നാവിൽ ഇതുവരെ വരാത്ത അഭിഷേകത്തിന്റെ പ്രവചനം നിന്റെ നാവിൽ ഒഴുക്കി തരാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എന്നെ ചേഞ്ച് ചെയ്യുന്ന ഒരു അഭിഷേകം? എനിക്ക് ഹാർഡുള്ളത് സമയം തെറ്റി വന്നാലും എൻ്റെ സീസണെ ചേഞ്ച് ചെയ്യുന്ന
ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. ഓ റബ ശപല സതാനിയ. പല ഡെസ്റ്റിനികളെ ദൈവം തിരിക്കുകയാണ്. നിങ്ങളുടെ ഐഡന്റിറ്റികളെ ദൈവം തിരിക്കാൻ ആഗ്രഹിക്കുന്നു. വൺ പൊസിഷൻ ടു അതർ പൊസിഷൻ. പരിശുദ്ധാത്മാവ് നിങ്ങളെ കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് മേരി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കർത്താവ് പ്രസവിക്കാൻ സമയമായി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കർത്താവ് പറയുന്നത്, ജോസഫ് ഏട്ടനുമായിട്ട് പോയി ടാക്സ് അടച്ചിട്ട് വരാൻ, യാത്ര ചെയ്യാൻ. ഞങ്ങളുടെ വീട്ടിൽ 3 പെൺകുഞ്ഞുങ്ങളാണ്. അന്നേരം ഈ പെൺപിള്ളാരായതുകൊണ്ട് വീട്ടിൽ ഈ അപ്പം ഫാൻസ് അസോസിയേഷൻ ഉണ്ട് കേട്ടോ. അപ്പനെയാണ് ഭയങ്കര കാര്യം എന്നവർ പറയും. സത്യമാണെന്ന് ദൈവത്തിനറിയാം. അന്നേരം എൻ്റെ ഭാര്യ ബ്ലസ്സിക്ക് ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. ഇവളുമാർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്താലും ഇവർക്കുമാർ 3 പേർക്കും അച്ചാച്ചനെയാണ് ഇഷ്ടമെന്ന് പറയും. അന്നേരം ഞാൻ പറയും, സാരമില്ലടി, ഇവളുമാരെ എല്ലാം ഒന്ന് കെട്ടിച്ചിട്ടേ പ്രസവിക്കാനുള്ള സമയമാവട്ടെ, മമ്മി മതി, മമ്മിയെ വേണമെന്നും പറഞ്ഞ് കിടന്ന് കരയാൻ തുടങ്ങുന്നു. ഈ മേരി ആഗ്രഹിച്ച് കാണും, അവളുടെ പൂർത്തിയായി ഡെലിവറി ആകുന്ന സമയത്ത് അവളുടെ മമ്മി വരും, വേണ്ടപ്പെട്ടവരെല്ലാം കൂടെ കാണുമെന്ന്. പക്ഷെ മേരി ഒറ്റയ്ക്കായിപ്പോയി, ആരുമില്ലായിരുന്നു കേട്ടോ. അവൾ ശൂന്യത അനുഭവിക്കുകയായിരുന്നു, ഒറ്റപ്പെടൽ അനുഭവിക്കുകയായിരുന്നു. അവൾക്ക് നല്ലൊരു പ്ലേസ് കിട്ടിയില്ല പ്രസവിക്കാൻ. വഴിയിൽ എവിടെയോ പ്രസവിച്ചു. അവൾക്ക് നല്ലൊരു ഹോട്ടൽ കിട്ടിയില്ല കൊണ്ടുപോയി കിടത്താൻ. ഒരു പശുശാലയിൽ ആ കുഞ്ഞിനെ കിടത്തിയത്. നിനക്ക് ചില തിക്താനുഭവങ്ങളും മുറിവുകളും ലോൺലിനെസ്സും ഒറ്റപ്പെടലും നിന്റെ മേൽ വരുന്നുണ്ടോ? നീ സങ്കടപ്പെടേണ്ട കേട്ടോ. നിന്റെ മേൽ ഒഴുകുന്ന ഒരു അഭിഷേകം ആർക്കും കിട്ടാത്തതാണ്. നിന്റെ മേൽ വെളിപ്പെടുന്ന ദൈവകൃപ ആർക്കും കിട്ടാത്തതാണ്. ചരിത്രങ്ങൾ വഴിമാറുന്ന, നിന്നെ രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്ന നിലയിൽ നിന്റെ ജീവിതാനുഭവങ്ങളെ തിരിച്ചുവിടുന്ന അത്ഭുതങ്ങൾ നിന്നിലൂടെ പരിശുദ്ധാത്മാവ് ആക്ട് ചെയ്യുന്നേ. എന്നിട്ട് മേരി ഇങ്ങനെ കുഞ്ഞുമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പോഴത്തെ അടുത്ത ട്രാൻസ്ഫർ കർത്താവ് പറയുക, കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടിക്കോളാൻ, മിസ്രൈമിലേക്ക് ഓടിക്കോളാൻ. എന്നെ മേരി ചോദിച്ചു കാണും, ഇത് ഓട്ട മത്സരത്തിനെങ്ങാണുമാണോ എന്നെ വിളിച്ച്? അവിടുന്ന് ഓടണം, ഇവിടുന്ന് ഓടണം, ഇവിടുന്ന് ഓടണം, അവിടുന്ന് ഓടണം, ഓടുക. പക്ഷെ ഇപ്പം എന്തിനാന്ന് ഓടുന്നതെന്ന് അറിയാമോ? ചില വാളുകൾ, ഹെരോദാവിൻ്റെ ചില വാളുകൾ നിന്റെ മേൽ വരുന്നുണ്ട് മേരി. നിന്റെ തലമുറയ്ക്കെതിരെ വരുന്നുണ്ട് മേരി. അതിനെ തട്ടിക്കളയാനാണ് നിന്നെ ഇട്ടോടിക്കുന്നത്. നീ വിഷമിക്കരുത് കേട്ടോ. കാലം തെറ്റി വരുന്ന ചില വാളുകളെ തട്ടിക്കളയുന്ന ഒരു അഭിഷേകം നിന്റെ മേൽ വരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സഭയൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.